ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗൗണിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. ഒട്ടും തന്നെ കൺഫ്യൂഷൻ കൂടാതെ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റയോൺ ബുട്ട മെറ്റീരിയലാണ്. 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വീതി വരുന്നത് 56-57 ഇഞ്ചാണ്. മെറ്റീരിയൽ നമുക്ക് 4 ആക്കി നീളത്തിൽ മടക്കിയിട്ട് കൊടുക്കാം. അതായത് നമ്മൾ സാരിയൊക്കെ മടക്കില്ലേ, അതുപോലെ നീളത്തിൽ മടക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ഗൗൺ 2 പാർട്ടായിട്ടാണ് ഉള്ളത്. മേൽഭാഗവും പിന്നെ താഴത്തെ പ്ലീറ്റ്സ് വരുന്ന ഭാഗവും. എനിക്ക് വേണ്ട ലെങ്ത്ത് 56 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണം. അപ്പോൾ ടോട്ടൽ വേണ്ടത് 58 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ 58 ഇഞ്ച് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ ഒരു ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 41 ഇഞ്ചും കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. സെക്കൻഡ് പാർട്ടിൽ മെറ്റീരിയൽ നമ്മൾ നീളത്തിൽ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് നിന്നോ അതല്ലെങ്കിൽ താഴ്ഭാഗത്ത് നിന്നോ 15 ഇഞ്ചും കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി, അതായത് താഴത്തെ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ നീളത്തിലും 16 ഇഞ്ച് വീതിയിലും നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മെറ്റീരിയലിൻ്റെ വീതി 40 ഇഞ്ചാണ്. എന്നാൽ നമുക്ക് വേണ്ടതോ 42 ഇഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മെറ്റീരിയൽ നമുക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കാം. അതായത് 40 ഇഞ്ചിനെ നമുക്ക് 20 ഇഞ്ചാക്കി മടക്കിയിടാം. ഇപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഓക്കെ, ഇവിടം വരെ മനസ്സിലായല്ലോ. ഇനി മെറ്റീരിയൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതായത് വീതിയെ നീളമാക്കി മാറ്റണം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് കിട്ടുന്ന നീളം 51.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിന് വേണ്ട നീളം 42 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ 51.5-ൽ നിന്ന് ഈസി ആയിട്ട് ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താഴെ നിന്ന് 42 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് മടക്ക് വശമാണ്. നമുക്ക് ഈ ഭാഗം സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവിനെ ഒന്നും കൂടി നിവർത്തി വീതിക്ക് മടക്കിയിട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി 4 ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 സ്ലീവും കിട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെ വീതി വരുന്നത് 10 ഇഞ്ചാണ്. നമുക്ക് കിട്ടിയിട്ടുള്ളതും 10 ഇഞ്ച് തന്നെയാണ്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. അതായത് ഫസ്റ്റ് പാർട്ടിൻ്റെ മെഷർമെൻറ്റുകൾ. ബാക്ക് നെക്ക് ഞാനൊന്ന് ഡീപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷോൾഡർ ഞാൻ 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആം ഹോൾ വന്നിട്ട് 7 ഇഞ്ച് തന്നെയാണ്. ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ൽ 1 ഭാഗം എടുക്കുമ്പോൾ 10.5. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് ചെസ്റ്റിലേക്ക് ആം ഹോൾ കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ഇനി ഷോൾഡറിൽ നിന്നും വേസ്റ്റ് ലെങ്ത്ത് 14.5 ഇഞ്ച്. ആ ഭാഗത്തെ വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9.5 ഇഞ്ച്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഷോൾഡറിൽ നിന്ന് ഹിപ്പ് ലെങ്ത്ത് വരുന്നത് തയ്യൽ തുമ്പ് അടക്കം 20.5 ഇഞ്ച്. ആ ഭാഗത്തെ വണ്ണം വരുന്നത് 44. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 11, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. താഴ്ഭാഗത്ത് ആദ്യം തന്നെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ സൈഡിൽ നിന്ന് ഒരു മേലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹിപ്പിൻ്റെ ആ ഭാഗത്ത് നിന്ന് ആ 3 ഇഞ്ചിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴ്ഭാഗത്തെ വിടുത്ത് നോക്കാം. നോർമലി സ്ലിറ്റുള്ള ടോപ്പിന് 13 ഇഞ്ചാണ് എനിക്ക് വീതി വേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് 5 ഇഞ്ച് കൂടുതൽ എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചും ബാക്ക് നെക്ക് 5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോക്സ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നെക്കിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന സൈഡിലെ പീസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാനുണ്ട്. ഇനി സ്ലീവിൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. വിഡ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ്. നമ്മൾ ആം ഹോൾ എടുത്തിരിക്കുന്നത് 7 ആണല്ലോ, അതിൻ്റെ കൂടെ 3 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. മേൽഭാഗത്തെ മടക്ക് വശത്താണ് ലെങ്ത്ത് നോക്കേണ്ടത്. ആ ഭാഗത്തെ ലെങ്ത്ത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. ഇനി താഴ്ഭാഗത്തൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. മേലെ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്, കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് നമുക്ക് ഈ പോയിന്റുകൾ ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് നോക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ക്യാൻവാസോ ക്രോസ് പീസോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ 3 സൈഡും ഒരു 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കും. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. 11 ഇഞ്ച് വീതിയും 7.5 ഇഞ്ച് ലെങ്ത്തുമാണ്. ബാക്ക് നെക്കിൻ്റെ പീസിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ച് മൈനസ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. 3 സൈഡിലും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ശേഷം നമുക്ക് ഇതുപോലെ പേൾ പിന്ന് കുത്തി കൊടുക്കാം. ഇനി നെക്കിൻ്റെ ചുറ്റിലും ഇതുപോലെ 1/4 ഇഞ്ചിൽ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്ക് പീസും എടുത്തിട്ട് അതിൻ്റെ 2ൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് 3 സൈഡിലും ഒരുപോലെ തുണി വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് പേൾ പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം 1/4 ഇഞ്ചിൽ നമുക്ക് നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്കിന് ചുറ്റിലും 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് ഈ 2 എഡ്ജിലും നമുക്ക് കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം.
ഇനി ഇതുപോലെ തന്നെ ബാക്ക് നെക്കും 1/4 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം നെക്കിന് ചുറ്റും. ഇപ്പോൾ ബാക്ക് നെക്കിനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നെക്ക് തിരിച്ചിട്ട് കൊടുക്കുകയുള്ളൂ. ഫ്രണ്ട് നെക്കിൽ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുക്കാം. ഈ അരികിലൂടെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ആദ്യം തന്നെ ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ നിവർത്തി ഇട്ട് കൊടുക്കാം. ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസ് ഇട്ട് കൊടുക്കാം. 2 പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വേണം വെക്കാനായിട്ട്. ഇനി ചെയ്യേണ്ടത് ബാക്ക് പീസിൻ്റെ നെക്ക് ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുക. അതിനുശേഷം ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്കിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് വെക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ചേർത്ത് വെക്കുക. അതിനുശേഷം ബാക്ക് നെക്ക് കൊണ്ട് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത് തന്നെ 2 സൈഡിലും ചെയ്തെടുക്കാം. ശേഷം നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. 2 ഷോൾഡറിൻ്റെയും ഈ എഡ്ജിലൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. തിരിച്ചിടുമ്പോൾ ആ ഭാഗത്തൊരു ബൾജ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയാണ് ബാക്ക് നെക്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം രണ്ടാമതായിട്ട് ഒരു സ്റ്റിച്ചും കൂടി വിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രണ്ടിൻ്റെയും സെൻറ്റർ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 സ്ലീവും 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബീഡ്സ് പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. സ്ലീവിൻ്റെ ആ ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് താഴ്ഭാഗം വരെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി മറ്റേ സൈഡിൽ സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഫുള്ളായിട്ട് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു 3 ഇഞ്ച് വരെ താഴ്ഭാഗത്ത് വിട്ടിട്ട് അവിടം വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മുടെ പ്ലീറ്റ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗത്ത് നമ്മൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് 2 സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ പ്ലീറ്റ്സിൻ്റെ 2 സൈഡിലും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു ലോക്ക് ഇട്ട് കൊടുക്കാം. ലോക്ക് സ്റ്റിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ ലോക്ക് ചെയ്യാനായിട്ട് ഈ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇനി ഇവിടെയും താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്തെ വിഡ്ത്തിൻ്റെ ഇരട്ടി തുണിയെങ്കിലും നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. കൂടിയാൽ കുഴപ്പമില്ല, എന്നാൽ ഇരട്ടിയെങ്കിലും വേണം. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ട് സൈഡിൽ ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ, അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് നമ്മളുടെ ഈ പ്ലീറ്റ്സിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇരട്ടി തുണി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ തുണിയുടെ സെൻറ്റർ നോക്കിയിട്ട് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഇതിൻ്റെ പകുതി ഭാഗം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനും പകുതി ഭാഗം ബാക്ക് പാർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മളിവിടെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്താൽ മതി. ഇനി ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ മേൽഭാഗത്ത് കൂടിയാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണമെങ്കിൽ താഴ്ഭാഗത്ത് കൂടെയും നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മളെ ഫസ്റ്റ് പാർട്ടിൻ്റെ മേലേക്ക് കടത്തി വെക്കണം. സെക്കൻഡ് പാർട്ട് ഒരു 1/4 ഇഞ്ച് കടത്തി വെച്ചിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. സ്റ്റാർട്ടിങ്ങിൽ 1 ഇഞ്ച് നമുക്ക് പ്ലെയിൻ സ്റ്റിച്ച് കൊടുത്താൽ മതി, അവിടെ പ്ലീറ്റ്സ് ഒന്നും കൊടുക്കണ്ട. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകളാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മളുടെ മെറ്റീരിയലിനനുസരിച്ചിട്ട് വേണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. ഫൈനലായിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മളൊരു 3 ഇഞ്ചിൽ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ, ആ ഭാഗം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.